ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. നമുക്കറിയാം, വിവേചനങ്ങൾ നമ്മുടെ മുന്നിൽ പകൽ വെളിച്ചം പോലെ നടക്കുകയാണ്. പച്ചക്കുള്ള വിവേചനങ്ങൾ, ഡിസ്ക്രിമിനേഷൻ. നീതിയുടെ നേരെ എതിരാണല്ലോ വിവേചനം എന്നുള്ളത്. അനീതി, ഇൻജസ്റ്റിസ്, അത് നമ്മൾ നേരക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വന്നിരുന്നുകൊണ്ട് ഒരാൾ വിളിച്ചു പറയുകയാണ്, മുസ്ലിമീങ്ങൾ മുഴുവനും വർഗീയവാദികളാണ്, തീവ്രവാദികളാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് മാത്രമല്ല, ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും വർഗീയവാദികളാണ്, തീവ്രവാദികളാണ്, പാകിസ്ഥാൻ അനുകൂലികളാണ് എന്ന് പറഞ്ഞിട്ട് പച്ചത്തെറിയാണ് മുസ്ലിമീങ്ങളെ വിളിക്കുന്നത്. അതേ സമയത്ത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു, ഹണി റോസ് ബേബി ചെമ്മണ്ണൂരിനെതിരെ കേസ് കൊടുക്കുന്നു. അതേ സമയത്ത് നമ്മൾ കാണുന്നു, ഈ മാന്യദേഹമായ പൂഞ്ഞാറുകാരനെതിരെയും കേസ് കൊടുക്കുന്നു. എന്നാൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ദ്രുതഗതിയിലുള്ള, വളരെ വേഗതയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, റിമാൻഡ് ചെയ്യുന്നു. എത്ര പെട്ടെന്നാണ്! നമ്മൾ കേരള പോലീസിനെ അഭിനന്ദിക്കുന്നു. അങ്ങനെയാണ് നീതി നടപ്പിലാക്കേണ്ടത്. തന്നെ ആക്ഷേപിച്ചുകൊണ്ട്, തന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട്, തന്നെയും തന്റെ കുടുംബത്തെയും മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണത്. ആക്ഷേപത്തിൽ അർത്ഥമുണ്ടോ? വേഷവിധാനങ്ങൾ എങ്ങനെ? അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പോലീസിന്റെ നടപടികൾ എത്ര കണ്ട് വേഗതയിലും എത്ര കണ്ട് കൃത്യതയോടും കൂടിയാണ്. എന്നാൽ അതിലേറെ ഒരു സമുദായത്തെ മുഴുവനും ആക്ഷേപിച്ചുകൊണ്ട്, അധിക്ഷേപിച്ചുകൊണ്ട്, അവരുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട്, രാജ്യത്തിന്റെ നിയമങ്ങൾ മുഴുവനും കാറ്റിൽ പറത്തിക്കൊണ്ട് പരസ്യമായി വിഷം വിസർജിക്കുന്ന ഒരു ചാനലിൽ വന്നുകൊണ്ടിരുന്നുകൊണ്ട് കാളിന്തിയിലെ കാളക്കൂടം പോലുള്ള വിദ്വേഷത്തിന്റെ വിഷം തുപ്പിയിട്ട് അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ ഇതേ ഭരണകൂടത്തിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നത് എന്റെ നീതിബോധമാണ്, എന്റെ മതപക്ഷപാതിത്വമല്ല. ചോദിക്കുന്നത് എന്റെ നീതിബോധമാണ്. പ്രിയമുള്ളവരെ, വിവേചനം എവിടെയും പാടില്ല. നിയമവും നീതിയും നടപ്പിലാക്കുമ്പോൾ, രണ്ട് കുട്ടികൾ ഒരുപോലെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഒരാൾക്ക് പ്രത്യേക പരിഗണന നൽകാൻ പാടില്ല. അത് സ്വന്തം മക്കളാണെങ്കിൽ പോലും ഒരു കുട്ടിയോട് വിവേചനം കാണിക്കാൻ പാടില്ല. നോക്കണേ നിങ്ങൾ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നവർ നമ്മുടെ കേരളത്തിലാവട്ടെ എവിടെയും ആവട്ടെ, ഞാൻ പറയുന്നു, അഭിമാനത്തോടുകൂടെ പറയുന്നു, ആത്മവിശ്വാസത്തോട് പറയുന്നു, ഇത്ര കണ്ട് നീതിബോധമുള്ള, വർഗീയതയില്ലാത്ത, മറ്റു മതങ്ങളെ അവരോട് വിരോധവും വൈരാഗ്യവും വിദ്വേഷവും വെച്ചു പുലർത്താത്ത, പരമത വിദ്വേഷം ഇല്ലാത്ത ഒരു സമുദായം ഇന്ന് ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളാണ്, മുസ്ലിമീങ്ങൾ മാത്രമാണ്. പക്ഷെ ചർച്ച ചെയ്യപ്പെടുന്നത് ആരാണ്? വിദ്വേഷികൾ, ആരാണ്? രാജ്യദ്രോഹികൾ. ചർച്ച ചെയ്യപ്പെടുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചാണ്. അവരെന്തെങ്കിലും പറഞ്ഞാൽ അവർ മതരാഷ്ട്രവാദികൾ, അവർ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ. ഇവിടെ പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ? ഇവിടെ പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് നീതിയുടെ പക്ഷം നിന്നുകൊണ്ട് ചിന്തിക്കാനാണ് പറയുന്നത്. അങ്ങനെയുള്ള ചർച്ചകളൊന്നും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ ആഗോളതലത്തിൽ നടക്കുന്ന ക്രിസ്ത്യാനിറ്റിയുടെ പൊളിറ്റിക്കൽ ഭീകരതയെ സംബന്ധിച്ച്, ടെററിസത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഹൈന്ദവ ടെററിസത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? എവിടെയും ടെററിസം, ഭീകരത എന്ന് പറഞ്ഞാൽ ആരാ? അത് മുസ്ലിമീങ്ങൾ. വർഗീയത ആർക്ക് ചാപ്പകുത്തി നൽകിയിരിക്കുന്നു? അത് മറുപക്ഷം മുസ്ലിമീങ്ങളുടെ വർഗീയത കൊണ്ട് മറ്റുള്ളവർ വളരുന്നു എന്നുള്ള നിലയിൽ വ്യാഖ്യാനിക്കാം. ഇതൊക്കെ നീതി നിഷേധമാണ്, ഇതൊക്കെ വിവേചനമാണ്. എവിടെയെങ്കിലും മുസ്ലിമീങ്ങൾ അവരുടെ വോട്ട് കൊണ്ട് ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചാൽ അത് വർഗീയതയുടെ കൂട്ടായ്മയായിട്ട് വിലയിരുത്തപ്പെടുന്നത് ഏറ്റവും വലിയ അപകടകരമായ നിരൂപണങ്ങളാണ്, നിരീക്ഷണങ്ങളാണ്. അത് മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഭൂഷണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു വിധത്തിലുള്ള വർഗീകരണവും ഇല്ല. നമ്മൾ നീതി, സത്യം അതെവിടെയാണോ ആത്മാർത്ഥമായി അതിന്റെ പക്ഷത്ത് നിൽക്കേണ്ടവരും നിൽക്കുന്നവരുമാണ് സത്യവിശ്വാസികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല